ചൂട് കാലമാണ്. പത്രത്തിലും ടി വിയിലുമെല്ലാം എ സിയുടെ വമ്പൻ പരസ്യങ്ങളാണ്. വീട് വെച്ച് 2-3 എ സി വയ്ക്കുന്ന കാലത്ത് ഇങ്ങനൊരു വീട് വെച്ച് ഒരു എ സിയും വയ്ക്കാതെ വിയർക്കാതെ ജീവിക്കുന്ന കുറച്ച് മനുഷ്യരെ ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുകയാണ്. കവിത പോലെ ഈ വീട് ആദ്യമേ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് അതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ ഇത്തിരി പാടായിരിക്കും. പിന്നീട് വായിച്ച് വരുമ്പോഴേക്കും അതിനോട് പ്രണയം തോന്നും. അതുപോലെയാണ് ഇപ്പോൾ ഈ വീട്ടിലുള്ള ശരിക്കും പറഞ്ഞാൽ എൻ്റെ സഹജീവികളും എല്ലാവരുമാണ് എനിക്ക് ഇത് ഭയങ്കര ലക്ഷറി എന്ന് പറയുന്ന കോൺസെപ്റ്റ് മാറിയിട്ട് ലക്ഷറി എനിക്കൊരു കംഫർട്ടായിട്ട് മാറി. കംഫർട്ട് ഇസ് മൈ ലക്ഷറി എന്ന് പറയുന്ന പോലെ ആ ഒരു കോൺസെപ്റ്റിലേക്ക് ഞാൻ എത്തി. ഇത് റാറ്റ് ട്രാപ്പിൻ്റെ കൺസ്ട്രക്ഷനാണ്. അപ്പോൾ അതിൽ ഹോളോയാണ്, ഇടയ്ക്ക് എയർ ട്രാപ്പ് ചെയ്തിട്ടുണ്ട്. ആ എയർ തന്നെ ഒരു റിപ്പല്ലൻ്റ് ആണ്, ചൂടിനെ അത് റിപ്പൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അകത്തേക്കുള്ള ചൂട് നമുക്ക് കുറഞ്ഞിരിക്കും. പിന്നെ ചൂട് വർദ്ധിച്ചതിനനുസരിച്ചിട്ട് നമുക്ക് അതിൻ്റെ ആ ഒരു ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പിന്നെ ആർട്ടിഫിഷ്യൽ റെയിൻ കൊടുത്തിട്ടുണ്ട്, സ്പ്രിംഗ്ലർ വെച്ചു. എന്താ എ സി വയ്ക്കുമ്പോൾ വീണ്ടും നമ്മൾ ചൂട് കൂട്ടുകയാണ് ചെയ്യണത്, എൻവയോൺമെൻറ്റിന് വീണ്ടും ഡാമേജ് ഉണ്ടാക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റിൽ നിന്ന് മാറി ചിന്തിച്ചതുകൊണ്ടാണ് നമ്മൾ സ്പ്രിംഗ്ലർ വെച്ചത്. അപ്പം ദാറ്റ്സ് മോർ ഗുഡ്. ലൈക്ക് ഇപ്പോൾ നമുക്കിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ റെയിൻ ആർട്ടിഫിഷ്യൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇപ്പോൾ മഴ പെയ്യിക്കാം. അതുകൊണ്ട് നമ്മൾ ഹാപ്പിയാണ്. വീടിൻ്റെ അകത്ത് നമ്മൾ വളരെ കംഫർട്ടബിളാണ്. ഇതെല്ലാം നമ്മൾ ചെയ്തിരിക്കുന്നത് ഉപയോഗിച്ച് കളഞ്ഞിട്ടുള്ള മെറ്റീരിയൽ കൊണ്ടിട്ടാണ്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് തേടിപ്പിടിച്ച് ഞങ്ങൾക്കിതെല്ലാം കണ്ടെത്തേണ്ട വന്നു. ഞങ്ങൾ തന്നെയാണ് ഈ സാധനങ്ങളെല്ലാം, ഞാനും ഭാര്യയും മോളും കൂടെ ചേർന്നിട്ടാണ് ഓരോ സ്ഥലത്ത് പോയി ഇത് കണ്ടെത്തി കൊണ്ടുവന്ന് കൊടുത്തിട്ടുള്ള കാര്യങ്ങളാണ് ഓരോ. പിന്നെ അവർ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്, നിങ്ങൾക്കൊരു താക്കോല് തന്നിട്ട് നിങ്ങൾ കയറി താമസിക്കുന്നതിനേക്കാളേറെ നിങ്ങൾ ഈ വീടിൻ്റെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും നിങ്ങൾ അറിഞ്ഞിരിക്കണം. പിന്നെ ഒരു കുട്ടി ജനിക്കുമ്പോഴുണ്ടാവുന്ന ഒരിതുണ്ടല്ലോ, ബർത്ത്, വീടും അതേപോലൊരു ജനനം തന്നെയാണ്. ആ വീടിൻ്റെ ജനനം നിങ്ങൾക്കുണ്ടാവുമ്പോൾ നിങ്ങളത് കണ്ട് നിങ്ങളതിൻ്റെ പെയിൻ എടുത്തിട്ട് നിങ്ങൾക്ക് കിട്ടുമ്പോൾ ഈ വീടിനോട് നിങ്ങൾക്ക് സ്നേഹം ഉണ്ടാവും. ക്യാമറമാൻ ജോബിൻ തേക്കടിക്കൊപ്പം ഷിനോജസ്റ്റി, മാതൃഭൂമി ന്യൂസ്, കോട്ടയം.